പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നാണ് DGP പറയുന്നത്. മതിയായ ഫയർ സുരക്ഷ ഒരുക്കാൻ കരാർ കമ്പനിക്കായില്ലെന്നും പോലീസ് മേധാവി. DGP സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രതിനിധി ജെയ്സൺ ഉണ്ട്. ജെയ്സൺ, DGP സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഫയർ സുരക്ഷാ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ബോധ്യമായതാണ്. കാര്യം അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഫയർഫോഴ്സ് അവിടെ എത്തിയെങ്കിലും അവിടെ ആ സ്ഥലത്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമാണ്. ഒരു തകര ഷെഡിൽ കേരളത്തിലെ മിക്കവാറുമുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും ബൈക്ക്, കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലങ്ങൾ ഇതേ അവസ്ഥയാണ്, അല്ലേ ജെയ്സൺ? അരുൺകുമാർ, DGP ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, സന്ദർശനം നടത്തുകയാണ്. സ്വാഭാവികമായും വിശദമായ പരിശോധന ആവശ്യമാണ്. കാരണം കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നൂറുകണക്കിന് ബൈക്കുകൾ സൂക്ഷിക്കുന്നിടത്ത് ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളോ എത്രയും പെട്ടെന്ന് തീയുണ്ടായി അണയ്ക്കുന്ന സംവിധാനങ്ങളോ ഏറ്റവും സുരക്ഷ ആവശ്യം ഒരു മേഖലയാണ് സത്യത്തിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഈ പാർക്കിംഗ് സ്ഥലം. പക്ഷേ കാര്യമായ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹാർഡ് ഡിസ്ക് പോലും കത്തിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് CCTVയുടെ ഹാർഡ് ഡിസ്ക് പോലും കത്തിപ്പോയി. എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഏതായാലും വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ DGPയും അതുപോലെ തന്നെ DIG ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധന നടത്തുകയാണ്. 500-ലധികം ബൈക്കുകളാണ് ഇപ്പോൾ അഗ്നിക്കിരയായിരിക്കുന്നത്. ഒരു ചെറിയ സ്പാർക്കിലൂടെ മാത്രം ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായതിൽ അത് മഹാദുരന്തമാകാതിരുന്നത് ഭാഗ്യം കൊണ്ടെന്ന് മാത്രം പറയേണ്ടി വരും. ഈ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ പൊട്ടിത്തെറി പുറത്തേക്ക് വരാതിരുന്നതും വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കാതിരിക്കും. പക്ഷേ വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. 500-ലധികം ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തെ സിഗ്നൽ സംവിധാനത്തെ വരെ തകരാറിലാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് സിഗ്നൽ സംവിധാനം തീപിടിക്കുന്നത് തടയുന്നതാണ്. പെട്ടെന്ന് തന്നെ തടയാൻ കഴിഞ്ഞതാണ് വലിയ ആശ്വാസം. അതില്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം വലിയ തകരാറിലാകുമായിരുന്നു. സിഗ്നൽ സംവിധാനത്തിന്റെ റൂമും ഈ തീപിടുത്തത്തിന്റെ സമീപത്ത് തന്നെയാണ് ആ റൂമുള്ളത്. അവിടേക്ക് തീ പടരുന്നതിന് മുമ്പേ തന്നെ അണയ്ക്കാനായിരുന്നത് ആശ്വാസം. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് ശാസ്ത്രീയമായ പരിശോധന വേണം എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് DGP തന്നെ നേരിട്ട് സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ആളഭയോ മറ്റേതെങ്കിലും ആളുകൾക്ക് വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകാതിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സമയത്ത് ജോലിക്കാരൊക്കെ വരുന്ന സമയമാണ്. ഇവിടെ വാഹനം വയ്ക്കുന്ന സമയമാണ്. രാവിലെ ട്രെയിനിലേക്ക് കയറാൻ വരുന്നവർ മുഴുവൻ വാഹനങ്ങൾ ഇവിടെ വെച്ച് പോകുന്നതാണ്. പ്രത്യേകിച്ച് ബൈക്കിലെത്തുന്ന ആളുകളൊക്കെ ഇവിടെ വെച്ച് പോകുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായില്ല. 2 പേർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ തുടക്കത്തിൽ ഇവിടുത്തെ കെയർടേക്കറായിരുന്ന സ്ത്രീയും മറ്റൊരു വാഹനം വയ്ക്കാമെന്ന ഒരു യുവാവും. ഇവർ 2 പേരും തീയണയ്ക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും ആ തീയണയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനം. പിന്നീട് പെട്ടെന്ന് തന്നെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് തൃശ്ശൂരിൽ ഇക്കാര്യത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ഞങ്ങൾ ആളെ അറ്റാക്ക് ചെയ്യാൻ വന്ന കണ്ടതല്ല, ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്നതാ. നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ 6:15 സമയത്തിൽ ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ ഈ പേ പാർക്ക് സ്ഥലത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടത്തേക്ക് ഇതിൽ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇവിടുത്തുള്ള ആ കെയർടേക്കറായിട്ടുള്ള ആ മാഡത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഫോറൻസിക് ടീമും അതെല്ലാം നമ്മുടെ ആൾറെഡി വിസിറ്റ് ചെയ്തു നടക്കുന്നുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വി കൺസ്റ്റിറ്റ്യൂട്ട് എ സ്പെഷ്യൽ ടീം ഹെഡഡ് ബൈ ദ ലോക്കൽ നമ്മുടെ അഡീഷണൽ SP അദ്ദേഹം ACPയും പിന്നെ CMR ഇൻസ്പെക്ടർമാരായിട്ട് നമ്മുടെ കമ്മീഷണർ സ്പെഷ്യൽ ടീം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീപിടുത്തത്തിൻ്റെ മുറിവും കാര്യങ്ങളും മനസ്സിലാക്കാം. അതെന്താ കാരണമാണത്, അതിൻ്റെ പൂർണ്ണമായിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 2 ഭാഗത്തും ഇത്തരം പാർക്കിംഗ് ലോട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ബൈക്കുകൾ ഇങ്ങനെ അട്ടിയടിക്കി വെക്കുക, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളില്ല, അതിനുള്ള കവർ ചെയ്യാനുള്ള ഫയർ സംവിധാനങ്ങളില്ല, അത് ഉപയോഗിക്കാൻ അറിവുള്ളവരില്ല, ഈ ടോൾ ഫ്രീ നമ്പർ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുമോ സാർ? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള സംസ്ഥാനത്ത് മുഴുവത്തുള്ള ഈ പേ പാർക്കിംഗ് കണക്കിൽ ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താൻ വേണ്ടി ആൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് SP റെയിൽവേസിന് വേണ്ടി. ഇപ്പോൾ അദ്ദേഹം ഇന്ന് തന്നെ അത് സെക്യൂരിറ്റി ആയിട്ട് നടത്തും. നമ്മളെല്ലാ കാര്യങ്ങളിലും വളരെ സമഗ്രമായിട്ട് നോക്കും. അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ റെയിൽവേസും ലോക്കൽ പോലീസും RPF പിന്നെ GRP എല്ലാവരുമായിട്ട്
നമ്മൾ ഒന്നിൽ ചെയ്തിട്ട് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പ്രാഥമികമായിട്ട് പറഞ്ഞ അങ്ങനെ പറഞ്ഞതാണ്. അതിൻ്റെ ഞങ്ങൾ അന്വേഷണം അങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ഇപ്പോൾ കിട്ടിയത് ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവുപെടുത്തിലേക്ക് മറ്റ് സംസ്ഥാനത്തെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളടക്കമുള്ള സുരക്ഷ ഓടിച്ചാണല്ലേ? തീർച്ചയായിട്ടും എല്ലാ ഇങ്ങനെയുള്ള പേ പാർക്ക് സ്റ്റേഷൻസ് എല്ലാവരുടെ കൂടെ ഇപ്പം തന്നെ പോലീസ് അവിടെ സന്ദർശിക്കും. അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി ആയിട്ട് നടത്തും. അത് നമ്മൾ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ മാത്രമുണ്ടാകും. മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ പാർക്കിംഗ് എല്ലാ പാർക്കിങ്ങും തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻസ് അതുപോലെ തന്നെ എല്ലാ എവിടെ നമുക്ക് തിരക്കുമായിട്ട് ഇങ്ങനെ ഉണ്ടോ അതിന് കാരണം നമ്മൾ ശ്രദ്ധിപ്പിക്കാൻ തീ പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടില്ല, വീണ്ടും കത്തുന്നുണ്ട് അകത്ത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ അതിന് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരുൺകുമാർ, ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് DGP തന്നെ വ്യക്തമായിരിക്കുന്നു. അത് ഇതിനകത്ത് എന്തെങ്കിലും പ്രധാന വിഷയം ഇതിന്റെ റൂൾ ഔട്ട് ചെയ്തിന് എന്തെങ്കിലും ഒരു അല്ലെ, നമ്മൾ ജസ്റ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ ഇവിടുത്തുണ്ടായിരുന്ന ആ ദൃക്സാക്ഷിയും പിന്നെ ബാക്കിയുള്ള സാക്ഷികളുടെ മുറിയിലേക്ക് ഇവിടുത്തും കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ഫോറൻസിക്കിൻ്റെ ടീമിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി. അതിനുശേഷം രജിസ്റ്റർ ചെയ്യും. തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് 100%. താങ്ക് യു. അപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വളരെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തീ ഇപ്പോഴും താഴെ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അവസാനത്തെ പരമാവധി പിന്നെ ഇതിനകത്ത് വലിയ ഷീറ്റ് താഴേക്ക് വീണതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ കഴിയാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ ആളുകളും പറയുന്നത്. എങ്കിൽ പോലും മറ്റു രീതിയിലേക്ക് ഓക്കെ വെള്ളം ബിജു അണക്കാനുള്ള ശ്രമമുണ്ട്. ഗുരുതരമായ സുരക്ഷാ വിലയിരുത്തൽ ഒരു തീയുണ്ടായ അണയ്ക്കുന്നുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഈ പരിസരത്തുണ്ടായിരുന്നില്ല. നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത പാർക്കിംഗ് ഏരിയയാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെ വീഴ്ച ഉണ്ടായിട്ടിരുന്ന പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ DGP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ദ്രുതഗതിയിലാക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അത്. ഒരിക്കൽ കൂടി എനിക്കൊന്ന് ജേസൺ ആ സ്ഥലം ഒന്ന് കാണിക്കാം. അവിടെ തീയണയ്ക്കാൻ ഒരു തൊട്ടി സാധാരണ രീതിയിൽ പഴയ സിനിമാ തിയേറ്ററിലൊക്കെ പോയാൽ ഇപ്പോഴും അവിടെ തീ കത്തുന്നുണ്ട് കേട്ടോ ജേസൺ. ഇപ്പോൾ പോലും ആ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാം അല്ലേ ജേസൺ? അവിടെ സാധാരണ ഒരു തൊട്ടിയിൽ കുറച്ച് മണലെങ്കിലും വയ്ക്കുന്നതാണ്, അതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. ഒന്നുമില്ല അവിടെ. അരുൺകുമാർ, പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ബൈക്ക് വെച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു. ബൈക്ക് ഇവിടെ വെച്ച ഒരാൾ, താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് ഷഫീഖ്. എവിടെ വീട്? പാലക്കാട്. എന്നാ അവിടെ ബൈക്ക് വെച്ചത്? ഞാൻ സ്ഥിരമാണ് ബൈക്ക് വയ്ക്കാറുള്ളത് തന്നെയാണ്. ബൈക്ക് വെക്കാറുള്ളതാണ്. അപ്പോൾ ബൈക്ക് വെച്ചിട്ട് ഇന്നലെ പോയതാണ്. ഇന്നലെ ബൈക്ക് വെച്ചിട്ട് പോയുള്ളൂ. ബൈക്ക് വെച്ച് പോയതാണ്. ജോലിക്ക് രാവിലെ ഇവിടെ വരുന്നതാണ്. കാലത്ത് വന്ന് വൈകിട്ട് വെച്ചിട്ട് പോകുന്നതാണ്. എവിടെ, ഏത് ഭാഗത്താണ് ബിജു? ഏത് ഭാഗത്ത് ഒന്ന് കാണിച്ചു കൊടുത്തത്? ഏത് ഭാഗത്താണ് നിങ്ങളെ ബൈക്ക് വെച്ചിരുന്നത്? ഈ പാർക്കിങ്ങിന് നേരെ തൊട്ട് രണ്ടാമത്തെ റോയായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ ഈ ബാക്കിന്റെ ഇതിന്റെ പുറകിലാണ് വെച്ചിരുന്നത് അല്ലേ? എന്നാ വെച്ചത്? ഇന്നലെ വൈകിട്ട് വെച്ച് സ്ഥിരമായിട്ട് വയ്ക്കുന്നത്. എന്നെടുക്കാൻ ഇന്നാണെന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ വരുന്നത്. ഞായറാഴ്ച ഡ്യൂട്ടി ഓഫ് ആയതുകൊണ്ട് തിങ്കളാഴ്ച കാലത്ത് എടുക്കുന്നതാണ്. ഏത് ബൈക്ക് ഏതാ നിങ്ങളുടെ? ബൈക്ക് യൂണിക്കോൺ. എത്ര രൂപയുണ്ട്? അതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്? ഇൻഷുറൻസ് അല്ല, അതിന്റെ പേപ്പർ കയ്യിലായിരുന്നോ? പേപ്പർ കോപ്പിയാണ് അതിലുള്ളത്, ഒറിജിനൽ കയ്യിലുണ്ട്. ഇൻഷുറൻസ് തുക കിട്ടണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. അരുൺകുമാർ, ഇതാണ് പ്രശ്നം. ഇവരുടെ എല്ലാം ബൈക്കുകൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് തുക കിട്ടുമെന്ന ആശങ്ക ഈ ബൈക്കിൻ്റെ ഉടമസ്ഥന്മാരെല്ലാവരും പങ്കുവെക്കുകയാണ്. ഇനി അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇതിന് വലിയ ഇടപെടൽ ആവശ്യം വരും. കാരണം 500-500-ലധികം ബൈക്കുകൾ ഒരേ സമയം കത്തിപ്പോകുന്ന സ്ഥിതി. അതിൻ്റെ പേപ്പറുകൾ, അതിൻ്റെ രേഖകളെല്ലാം തന്നെ ശേഖരിച്ച് ഇതിൻ്റെ നടപടികളിലേക്ക് പോകണമെങ്കിൽ സമയമെടുക്കും. ഏതായാലും വലിയ ദുരന്തമുണ്ടായില്ലെങ്കിൽ പോലും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അരുൺകുമാർ, ഇത് ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് കൂടി ഒരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.
ഒരു പാർക്കിംഗ് കേന്ദ്രത്തിലും ഇത്തരം തീയണയ്ക്കാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ക്രമീകരണം പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തറിയില്ല. എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനവും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിലില്ല. അത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ, 2 വീലർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താവട്ടെ, പൂർണ്ണമായിട്ടും കടുത്ത അനാസ്ഥയാണ് കേട്ടോ. ഒരു അപകടം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതാണ് കാര്യം.